കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് 2025-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. റെഗുലർ ചെയ്യുന്ന വീഡിയോ ആണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് റെക്ടിഫൈ ചെയ്ത് യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് ചെയ്യുകയാണ്. അപ്പം കാര്യമായിട്ട് വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് ഉത്തരങ്ങൾ പറഞ്ഞങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പം ഒരുപാട് സമയം നമ്മൾ നഷ്ടപ്പെടുത്തണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോംപ്ലക്സ് 2 ഓഫ് മൈറ്റോകോൺട്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഈസ് ഓൾസോ നോൺ ആസ്. കോംപ്ലക്സ് 2 ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ കോംപ്ലക്സ് 2 ആണ് സക്സിനെ ഡിഹൈഡ്രോജനീസ്. ഓപ്ഷൻ 2 ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. 92ാമത്തെ ചോദ്യം, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻസ് ആംപ്ലിഫൈസ് ദ DNA ഫോളോയിങ് ഇക്വേഷൻ. 2:n ആണ് കേട്ടോ. ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. വാട്ട് ആർ ദി പൊട്ടൻഷ്യൽ ഡ്രോബാക്ക് ഇൻ ദി അഡോപ്ഷൻ ഓഫ് ദി IVF മെത്തേഡ്? IVF മെത്തേഡിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോബാക്സ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഡി, അതുപോലെ തന്നെ എഫ്. ബിയും ഡിയും എഫും ആണ്. ബിയും ഡിയും എഫും വരുന്നത് ഓപ്ഷൻ 1 ആണ് കേട്ടോ. 94ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി ബോഡി ടു ദി ഹാർട്ട് ഇൻ എ ഫ്രോഗ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് ക്യാരി ചെയ്യുന്നത് ആരാണ്? വീനക്കാവയാണ് കേട്ടോ. ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 95ാമത്തേത്, which one of the following statement refers to the reductionist biology? റിഡക്ഷനിസ്റ്റ് ബയോളജിയെ റെഫർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഫിസ്കോ കെമിക്കൽ അപ്രോച്ച് ടു സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലിവിങ് ഓർഗാനിസം. ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 96 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 96ാമത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ, ഇൻ ദ RNA വേൾഡ് RNA is considered as the first genetic material evolved to carry out essential life processes. RNA act as a genetic material and also as a catalyst for some important biochemical reactions in living system. Being reactive, RNA is unstable എന്നും പറയുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. RNA പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും കറക്റ്റ് ആയതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ നോക്കാം. DNA evolved from DNA RNA and is more stable genetic material. It is double helix strand being complementary. Resist change by evolving repairing mechanism. In the light of the above statement, choose the most appropriate. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതുകൊണ്ട് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, എപ്പിഫൈറ്റ്സ് ദാറ്റ് ആർ ഗ്രോ ഓൺ ദി മാംഗോ ബ്രാഞ്ച് ഈസ് എക്സാമ്പിൾ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? എപ്പിഫൈറ്റ് ഇതിന് എക്സാമ്പിൾ ആണ്. ഓപ്ഷൻ 1 കമൻസെൽസിന് എക്സാമ്പിൾ ആണ് എപ്പിഫൈറ്റ്. 98ാമത്തേല് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ കണ്ടെത്താനായിട്ടാണ് പറയുന്നത്. 98ാമത്തെ ചോദ്യം, അതിൽ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. കാര്യം 80s യൂക്കാരിയോട്ടിലും 70s പ്രോകാരിയോട്ടിലും എന്ന് പറയുന്നുണ്ട്. റൈബോസോമിന് 2 യൂണിറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതും ശരിയാണ്. ഇതിൽ 3 ഓപ്ഷൻസ് ആയിരിക്കും ശരിയായിട്ട് വരുന്നതെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത് നോക്കാം. 2 സബ് യൂണിറ്റ് 80s റൈബോസോം. 80s റൈബോസോമിലെ സബ് യൂണിറ്റുകൾ 60s 40s ആണ്. അതുപോലെ തന്നെ 70s റൈബോസോമിലെ സബ് യൂണിറ്റുകൾ 50s 30s ആണ്. അപ്പം ഈ 3 എണ്ണവും കറക്റ്റ് ആണ്. നമ്മുടെ ഓപ്ഷൻസിൽ 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ 3 എണ്ണവും ട്രൂ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. ബാക്കിയുള്ളത് നോക്കേണ്ട കാര്യമില്ല നമുക്ക്. അപ്പോഴേ നമുക്ക് കിട്ടും ഒന്നാമത്തതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 99ാമത്തേത്, എക്സാമ്പിൾ ഓഫ് എക്സിറ്റീവ് കൺസർവേഷൻ. തന്നിട്ടുള്ളതിൽ എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഹാബിറ്റാറ്റിന് വെളിയിൽ ഓർഗാനിസത്തിനെ കൺസർവ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് സൂസും ബൊട്ടാണിക്കൽ ഗാർഡൻസ്. വീണ്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 100ാമത്തെ ചോദ്യം, ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഈസ് ആൻ എക്കോസിസ്റ്റം ഈസ് സോളാർ എനർജി. അത് ശരിയാണ്. The rate of production of organic matter during photosynthesis in an ecosystem is called primary productivity. Primary productivity എന്ന് പറയുന്നത് ഇതല്ല. അപ്പം സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 101ാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. എംഫിസീമ എന്ന് പറയുന്നത് ഡാമേജ് ഓഫ് ആൽവിയോറൽ വാൽവ്
ആൻജീന പെക്ടോറിസ് അക്യൂട്ട് ചെസ്റ്റ് പെയിസ്. ഗ്ലോമർ നെഫ്രൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലസ്. ടെറ്റനി എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ക്രാമ്പ് ആണ്. റാപ്പിഡ് സ്വാംസ് ഇൻ മസിൽസ് ഡ്യൂ ടു ലോ കാൽഷ്യം. അപ്പം അതെല്ലാം കൂടെ വരുന്ന ഓപ്ഷൻ ഏതാടേ? അതെല്ലാം കൂടെ വരുന്ന ഓപ്ഷൻ 4 ആണ് കേട്ടോ. ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 102ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റിന് റീസണും ഉണ്ട്. ആ റീസണും രണ്ടും കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് അസേർഷനും റീസണും. ബോത്ത് വിൻഡ് ആൻഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ നോട്ട് വെരി കളർഫുൾ ആൻഡ് നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ. ബോത്ത് വിൻഡ് ആൻഡ് വാട്ടർ പോളിനേറ്റഡ് നോട്ട് flower produces enormous amount of pollination in wind and water pollinated flowers. കറക്റ്റ് ആണ്. എല്ലാം കറക്റ്റ് ആണ്. കാര്യം റീസൺ കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Which of the following is an example of non-distilled alcoholic beverage produced by yeast? ഈസ്റ്റ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന നോൺ ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള ആൽക്കഹോളിക് ബീവറേജ് ഏതാണ് ചോദ്യം. ഉത്തരം ബിയർ ആണ് കേട്ടോ. ബിയർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 4 വീണ്ടും ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള ചോദ്യമാണ്. The floral formula stands for zygomorphic nature of the flower and stand for the inferior ovary. ഈ സർക്കിളിൽ പ്ലസ് വരുന്നത് ഒരിക്കലും സൈക്കോമോർഫിക് നേച്ചറിനെ അല്ല കാണിക്കുന്നത്, അത് ആക്ടിനോമോർഫിക് ആണ് കേട്ടോ. ആക്ടിനോമോർഫിക്കിനെയാണ് അത് കാണിക്കുന്നത്. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്. അതുപോലെ തന്നെ ജി മണ്ടയിൽ വന്നു കഴിഞ്ഞാൽ ഇൻഫീരിയർ ഓവറി അല്ല, സുപ്പീരിയർ ഓവറിയാണ് കാണിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റും, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്തുമായിരിക്കും? കറക്റ്റുമാണ്. അപ്പൊ അതിന്റെ ഉത്തരം ഓപ്ഷൻ 4 ആണ് കേട്ടോ. അടുത്തത് സ്ട്രെപ്റ്റോകൈനേസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് റിമൂവിങ് ക്ലോട്ട് ഫ്രം ദി ബ്ലഡ് വെസൽസ്. ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിച്ച് ക്രോമസോം ഇൻ ഹ്യൂമൻ ജീനോം ഹാസ് ഹയസ്റ്റ് നമ്പർ ഓഫ് ജീൻ? ഏറ്റവും കൂടുതൽ ജീനുള്ള ക്രോമസോം ഏതാണ് ചോദ്യം. ക്രോമസോം 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 107ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ലൊക്കേഷൻ ഓഫ് ദി മെയിൽ ഫ്ലോഗ് ഓപ്പറേറ്ററി പാഡ്? അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദി 4 ലിംബ്. ഓപ്ഷൻ 4 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈറ്റോ ഹോർമോൺ പ്രൊമോട്ട് ന്യൂട്രിയൻ മൊബിലൈസേഷൻ which help in the delay of leaf senescence in plants? ലീഫ് സെൻസസിനെ ഡിലേ ചെയ്യുന്ന ഫൈറ്റിക് ആയിട്ടുള്ള വെച്ചാൽ പ്ലാന്റ് ഹോർമോൺ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. സൈറ്റോകൈനിൻ ആണ് ഉത്തരം. While trying to find out the characteristic of the newly found animal, the researcher did the history of adult animals and observed a cavity with the presence of a mesodermal tissue towards the body wall, but no mesodermal tissue was observed towards the alimentary canal. ഏത് സീലോമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സീലോമും സീഡോസീലോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്തും തുടങ്ങുകയും ചെയ്ത് അടുത്തടുത്ത് എത്തിയതുമില്ല. അപ്പം പാർഷ്യൽ ആയിട്ടുള്ള സീലോം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അത് ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി, 2 വരി വായിച്ചാൽ കിട്ടും. സ്യൂഡോസീലോമേറ്റാണ് അതിന്റെ ഉത്തരം. അടുത്തത് വീണ്ടും എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് മെയിൽ സ്പെർമിന്റെ സ്ട്രക്ചറോട് ബന്ധപ്പെട്ടതാ. 110ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജനറ്റിക് മെറ്റീരിയൽ. ഹെഡിലാണ് ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. മിഡിൽ പീസ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്രോസോമിലെ എൻസൈംസ് ഉണ്ട്. കാര്യം ഈ പറയുന്ന എഗ്ഗിനെ എന്ത് ചെയ്യാൻ, എഗ്ഗിനെ എഗ്ഗിലൂടെ ഉള്ളിലേക്ക് കടക്കാനുള്ള എൻസൈംസ് ഉണ്ട്. ടെയിലാണ് സ്പേം മോട്ടിലിറ്റി ഹെൽപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഹെഡ് എനർജി A3, ബി മിഡിൽ പീസ് ഹെഡ് ജനറ്റിക് മെറ്റീരിയൽ A4, B3, സി എക്രോസോമിൽ എൻസൈം ആണുള്ളത് C1. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 110. 111 ടെറിഡോഫൈറ്റിന്റെ ലൈഫ് സൈക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ടെറിഡോഫൈറ്റിന്റെ ലൈഫ് സൈക്കിളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയോസിസ് ഇൻ സ്പോർ മദർ സെല്ലാണ് കേട്ടോ.
രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത് പ്രോത്താലസ് സ്റ്റേജ് ആണ്. മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത് ഫോർമേഷൻ ഓഫ് ആർക്കിഗോണിയ ആൻഡ് ആന്ത്രിഡിയ ആണ്. നാലാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് ആന്ത്രോസോയിഡ്സ് ടു ദി ആർക്കിഗോണിയ ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ബി, എ, ഡി, ഇ, സി. അപ്പം ഈ ഒരു ഓർഡറിന് വരുന്നത് ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കാർഡിയാക് ആക്ടിവിറ്റീസ് ഓഫ് ദി ഹാർട്ട് ആർ റെഗുലേറ്റഡ് ബൈ. നോഡൽ ടിഷ്യൂസ് ഉണ്ട്, ശരിയാണ്. സ്പെഷ്യൽ ന്യൂറൽ സെൻട്രൽ ഇൻ മെഡുല ഒബ്ലോങ്കേറ്റ, അതും ശരിയാണ്. അപ്പോൾ എയും ബിയും ശരിയാണ്. അഡ്രീനൽ മെഡുല്ലറി ഹോർമോൺസ്, അഡ്രീനൽ മെഡുല്ലറി ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എയും ബിയും സിയും കറക്റ്റ് ആണ്. ഡി ആണ് റോങ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. നൈട്രജൻ ഫിക്സ് ചെയ്യാത്ത ഓർഗാനിസം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വോൾവോക്സ് ആണ്. അപ്പം അത് വരുന്നത് ഓപ്ഷൻ 2, ഡി ഓൺലി എന്ന് പറയുന്നതാണ് ഉത്തരം. വീണ്ടും സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ RNA ആൻഡ് റൈബോസോമൽ RNA ആർ നോട്ട് ഇന്ററാക്ട് വിത്ത് mRNA. തെറ്റാണ്. കാര്യം ഈ ട്രാൻസ്ഫർ RNA റൈബോസോമൽ RNA mRNA ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. RNA ഇന്റർഫറൻസ് ടേക്സ് പ്ലേസ് ഇൻ യൂക്കാരിയോട്ടിക് ഓർഗാനിസം, എ മെത്തേഡ് ഓഫ് സെല്ലുലാർ ഡിഫൻസ്. തന്നെയാണ്. ഇന്റർഫറൻസ് വരുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 തെറ്റും, സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് കറക്റ്റ് ആണ്. ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു ഇമേജ് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇൻ ദ എബോവ് റെപ്രസെന്റേഷൻ പ്ലാസ്മിഡ്സ് ആൻഡ് alien species of DNA is inserted E. coli site. Which of the following strategies will be chosen to select a recombinant colony? ബീറ്റ ഗാലക്ടോസിഡേസിനെയാണ് ഇവിടെ റീകോമ്പിനന്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളർ കോളനീസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി. Which of the following genetically engineered organisms was usually used by Eli Lilly to prepare human insulin? ഉത്തരം ബാക്ടീരിയ ആണ് കേട്ടോ. Name the class of enzyme usually catalyze the following reaction. ഈ റിയാക്ഷൻ ഇവിടെ നടക്കുന്നത് ഈ ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവിടെ ഏത് എൻസൈമാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫറൈസ് ആണ്. വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്ട്രേറ്റിലേക്ക് മറ്റൊരു സാധനത്തിന് എന്ത് ചെയ്യുകയാണ്, ആണ് സബ്സ്ട്രേറ്റിനെ ആഡ് ചെയ്യുകയാണ്, ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ട്രാൻസ്ഫറൈസ് ആണ് കേട്ടോ. Find the statement that not correct with regarding structure of monopod stem. മോണോപോട്ട് സ്റ്റെമുമായിട്ട് കണക്റ്റ് ആവാത്ത സ്ട്രക്ചർ. ഹൈപ്പോഡെർമിസിസ് പാരന്റ് കൈമാറ്റം ഒന്നാമത്തെ തന്നെയാണ്. ഇത് ഡൈക്കോട്ട് സ്റ്റെമിന്റെ സ്ട്രക്ചറാണ്. ഒന്നാമത്തെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. കറക്റ്റ് ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ഇൻ ദി ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സിന്റെ ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഓഫ് ഗാമറ്റോഫൈറ്റ് ടു ദി സബ്സ്ട്രേറ്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് ആന്ത്രോസോയിഡ് ടു ദി വാട്ടർ, പിന്നെ ഫ്യൂഷൻ ഓഫ് ആന്ത്രോസോയിഡ് വിത്ത് എഗ്, അതിനുശേഷം ഫോർമേഷൻ ഓഫ് സ്പോറോഫൈറ്റ്, ലാസ്റ്റ് സ്റ്റേജ് ആണ് റിഡക്ഷൻ ഡിവിഷൻ ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പോറോഫൈറ്റ്. അപ്പം അതിന്റെ ഓർഡർ ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? BEACD, അങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ ആയിട്ട് വരുന്നത്. BEACD. ആ ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ 2 ആണ് കേട്ടോ. ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 120ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ കെമ്പോട്രോമോഗ്രഫി ആൻഡ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ഡിറ്റക്ട് ക്യാൻസർ ഓഫ് ദി ഇന്റേണൽ ഓർഗൻ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കീമോതെറാപ്പിക് ഡ്രഗ് ആർ യൂസ്ഡ് ടു കിൽ നോൺ ക്യാൻസർ സെൽ. തെറ്റാണ്. Interferons activate the cancer patient immune system and help to destroying the tumors. സിയും ശരിയാണല്ലേ. ഡി എന്താണ്? കീമോതെറാപ്പി ഡ്രഗ്സ് ആർ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ. അല്ല, ഡി തെറ്റാണ്. ഇൻ കേസ് ഓഫ് ലുക്കീമിയ ബ്ലഡ് സെൽസ് കൗണ്ട് ആർ ഡിക്രീസ്ഡ്. ലുക്കീമിയ എന്ന ബ്ലഡ് സെല്ലിന്റെ കൗണ്ട്
അൺകണ്ടീഷണൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റ്. എയും സിയും ആണ് ശരിയായിട്ടുള്ളത്. എയും സിയും വരുന്നത് ഓപ്ഷൻ 4 ആണ്. അടുത്തത് സെൻട്രോമിയർ സിസ്റ്റം. ഓക്കെ, സെൻട്രോമിയർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? സെൻട്രോമിയർ സെൽ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സീലിയം സെൽ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്റ്റേ മൈറ്റോകോൺട്രിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സെൽ മെംബ്രെയിനാണ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ അല്ലേ? അപ്പം അതെല്ലാം കൂടെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ്. പക്ഷെ ഓപ്ഷൻ 3 അല്ല, ഓപ്ഷൻ എ, ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 122. ക്ലോറോഫിൽ എയുടെ കളർ ബ്ലൂ ഗ്രീൻ കളറാണ്. ക്ലോറോഫിൽ ബിയുടെ കളറായിട്ട് വരുന്നത് യെല്ലോ ഗ്രീൻ ആണ്. സാന്തോഫിന്റെ കളർ യെല്ലോ ആണ്. കരോട്ടിനോയിഡിന്റെ കളർ യെല്ലോ ഓറഞ്ച് ആണ്. അപ്പം A3 B1 C2 D4 ഓപ്ഷൻ 2 ആണ് ശരിക്കുള്ള ഉത്തരം. അടുത്തത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് 23ാമത്തെ ചോദ്യം. BC ഇതിന്റെ ഉത്തരവായിട്ട് വരുന്നത് ബിയും പിന്നെ സിയും. എ വരത്തില്ല, കാര്യം ഈ 12th വീക്ക് ഒരിക്കലും വരത്തില്ല. ബിയും സിയും പിന്നെ മന്തിലാണ്. ഓക്കെ, ഡി വരുന്നുണ്ട്. ഡി കറക്റ്റ് ആണ്. ഉണ്ട് 5th വീക്ക് ഉണ്ട്. ഓക്കെ, എ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. അപ്പം ബി സി ഡി ഇ ഉണ്ട്. ബി സി ഡി ഇ ഉണ്ട്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്, ബാക്കിയെല്ലാം കറക്റ്റ്. 24. The seed of cereals, the outer covering of endosperm separate the embryo by a protein rich layer. ആ ലെയറിന് പറയുന്ന പേരാണ് എലിയൂറോൺ ലെയർ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാംസ് ഈസ് കറക്റ്റ്? ഇതിൽ ഏത് ഡയഗ്രാമാണ് കറക്റ്റ് എന്നാണ്. ഈ ഡയഗ്രാം കൃത്യമായിട്ട് പഠിക്കണം. ഇൻസിയർ ടെക്സ്റ്റിലുള്ള ഡയഗ്രാമാണ്. ഡയഗ്രാം 2 ആണ് കറക്റ്റ് കേട്ടോ. ഇതിൽ ഫോം ബ്രേക്കർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോറിയാക്ടറിന്റെ പിക്ചറാണ്. ഫോം ബ്രേക്കർ ചോദിച്ചിട്ടുണ്ട്. ഫോം ബ്രേക്കർ ആയിട്ട് വരുന്നത് സി ആണ്. ഫോം ബ്രേക്കർ. ഇവിടെ ഗിവൻ ബിലോ 2 സ്റ്റേറ്റ്മെന്റ്, 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. Typically unfertilized angiosperm embryos act maturely 8 nuclei and cell-celled. They compare 2 polar nuclei. കറക്റ്റ് ആണ്. രണ്ടും കറക്റ്റ് ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ഒരു എഗ്ഗിലുണ്ട് പോളാർ ന്യൂക്ലിയ ഉള്ളതുകൊണ്ടാണ് 8 ന്യൂക്ലിയ 7 സെൽഡായിട്ട് ഇരിക്കുന്നത്. കറക്റ്റാണ്. 128ാമത്തെ ക്വസ്റ്റ്യൻ. സ്പെഷ്യലൈസ്ഡ് മെംബ്രെയിൻ സ്ട്രക്ചർ ഇൻ ദ പ്രൊകാരിയോട്ടിക് സെൽ വിച്ച് ഹെൽപ്പ് ഇൻ ദ സെൽ വാൾ ഫോർമേഷൻ. മീസോസോം ആണ് കേട്ടോ ഉത്തരം. Which of the following is the post-translational eukaryotic? Transport of pre-mRNA to cytoplasm to splicing. Removal of extrons and introns. B കറക്റ്റ് ആണ്. 5' മീഥിൽ സൈറ്റ് ആഡ് ചെയ്യും. സി കറക്റ്റ് ആണ്. എ കറക്റ്റ് അല്ല. ആഡിങ് അഡിനിൻ ചെന്നാറന്ന് എക്സ്പയറിങ് നടക്കുന്നില്ല. ബി സി ഡി 2 ആണ് കറക്റ്റ്. ചുത്ത പാറ്റേൺ ഇൻഹെറിറ്റൻസ് പോളിജനറ്റിക് ട്രേറ്റ്. നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് കേട്ടോ ഉത്തരം. കണ്ടെയ്ൻ ഹീമുള്ളത് കാറ്റലൈസിലാണ്. Of the following carriers represent the Kinda proposed by Whittaker.
അറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പ്രോകാരിയോട്ട് വിത്ത് സെൽ വാൾ മേഡപ്പ് ഓഫ് പോളിസാക്കറൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ്. അതിനുശേഷം കാരിയോട്ട് വിത്ത് സെല്ലുലാർ ബോഡി ഓർഗനൈസേഷൻ. അതിനുശേഷം മൾട്ടി സെല്ലുലാർ ഹെറ്ററോട്രോപ്പസ് വിത്ത് സെൽ വാൾ മേഡപ്പ് ഓഫ് കൈറ്റിൻ. അതിനുശേഷം യൂക്കാരിയോട്ട് ഹെറ്ററോട്രോപ്പസ് വിത്ത് ടിഷ്യൂസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലാസ്റ്റ് ആണ് ഹെറ്ററോട്രോപ്പസ് വിത്ത് ടിഷ്യൂ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. താഴെ മുകളിലേക്കുള്ള ഒരു ഓർഡറാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ വരുന്നത് CEADB ആണ്. ഓപ്ഷൻ 2 ആണ് കേട്ടോ. ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എക്കോളജി ഇൻ ഇന്ത്യ. രാംദിയോ മിശ്രയാണ്. മാച്ച് ദ ഫോളോയിങ്. ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ്. ഹെർഷെ ആൻഡ് ചേസ് എക്സ്പെരിമെന്റ് ആണ് എന്ത് കണ്ടുപിടിച്ചവിടെ? DNA അസെൻഡിങ് മെറ്റീരിയൽ. അപ്പോൾ A4 ആണ്. യൂക്രോമാറ്റിൻ ഡെൻസിറ്റി പാക്ഡ്. A4 B2. A4 B2. യൂക്രോമാറ്റിൻ ഡെൻസിറ്റി പാക്ഡ് ആണ്. ബാക്കി എന്താ? ഫെഡറിക് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിനാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉപയോഗിച്ചിട്ടുള്ളത്. ഹെറ്ററോക്രോമാറ്റിൻ ലൂസ്ലി പാക്ഡ് ആണ്. ട്രൂക്രോമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. യൂക്രോമാറ്റിൻ ലൂസ്ലി പാക്ഡ് ആണ്. ഹെറ്ററോക്രോമാറ്റിനാണ് ഡെൻസ്ലി പാക്ഡ് ചെയ്തിരിക്കുന്നത്. കേട്ടോ. അപ്പം എൻ്റെ ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ്. D2 ആണ് കേട്ടോ. മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. നിയോപ്ലാസ്റ്റിക് സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. നിയോപ്ലാസ്റ്റിക് സെൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ എ മാസ് ഓഫ് പോളിഫറൈറ്റഡ് സെല്ലാണ്. കറക്റ്റാണ്. ട്രാപ്പിംഗ് ഗ്രോത്ത് ഉണ്ട്. ഇൻവേഷൻ ടു ഡാമേജ് സെൽ ടു സറൗണ്ടിങ്. കൺഫൈൻഡ് ടു ഒറിജിനൽ ലൊക്കേഷൻ. അവസാനത്തെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് 3 കറക്റ്റാണ്. അപ്പോൾ A, B ആൻഡ് C അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. The DNA fragment extraction from gel ultrafluorescence can be used in construction of recombinant DNA. 135 കറക്റ്റ് ആണ്. സ്മാളർ സൈസ് DNA fragments ആണ് ഒബ്സർവ്ഡ് ഓവർ നോഡ് ബൈ ലാർജ് ഫ്രാഗ്മെന്റ് ലാക്രോസ്. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഇനി മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. അലാനിൻ അമിനോ ആസിഡ് ആണ്. അഡിനോസിൻ ന്യൂക്ലിയോസൈഡ് ആണ്. അഡിനിറ്റിക് ആസിഡ് ന്യൂക്ലിയോടൈഡ് ആണ്. അഡിനിൻ നൈട്രജൻ ബേസ് ആണ്. ഓപ്ഷൻ 3 ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത് 138 ആണ്. Reductive division human female gametophyte start earlier than that of male gametophyte. The gap between the first inverted division and second inverted division is much shorter for male compared to female. The first polar body is associated with the formation of primarily oocyte. Luteinizing hormones are the lead to the disintegration of the endometrium. Concept of menstrual bleeding. 138. അതിൽ എയും ബിയും ആണ് ട്രൂ ആയിട്ടുള്ളത്. എയും ബിയും ആണ് ട്രൂ ആയിട്ടുള്ളത്. All living members of the class Cyclostomata are ectoparasite.
The primary function of the Golgi apparatus is the package of material made up of endoplasmic reticulum. Correct answer. Vesicle containing material made up of the endoplasmic reticulum fused with the space and the Golgi apparatus. They are modified to release to form transpace of Golgi apparatus. ഇതിൽ ബോത്ത് എല്ലാം കറക്റ്റ് ആണ് കാര്യം. അപ്പം ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇവിടെ 148 scutellum, cotyledon of the monocotyl non-albuminous seed, groundnut ആണ്. എപ്പിബ്ലാസ്റ്റ് rudimentary cotyledon ആണ്. പെരിസ്പെർമിന് എക്സാമ്പിൾ ആണ്. പെരിസ്പെർമ് ആണ് പെർസിസ്റ്റന്റ് ആയിട്ട് കാണപ്പെടുന്നത്. അത് ചോക്കുമ്പോൾ A2, B3, C4, B1. ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വീണ്ടും ഉണ്ട് all vertebrates are chordates but all parts are not vertebrate. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The members of the phylum vertebrate possess notochord during the embryonic period. Notochord is replaced by cartilaginous bony vertebral column in adult. കറക്റ്റ് ആണല്ലോ. ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. Each antibody has 2 light and 2 heavy chain. Correct ആണ്. Heavy chain and light chain are held together by disulfide bond. Correct ആണ്. Antigen binding site is located at the C-terminal region of antibody molecule. ഇത് റോങ് ആയിട്ടുള്ളതാണ്. ഇതാണ് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്. Silencing of specific mRNA is possible via RNAs because of complementary double-stranded RNA. Option 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. The gene R and Y follow independent assortment if RRYY produces round yellow seed. The RRYY produces wrinkled green seed. What will be the phenotypic ratio of the F2 generation? ഒന്നുമില്ല. ഡൈഹൈബ്രിഡ് ക്രോസിന്റെ F2 പ്രോജനിയുടെ ഫിനോടൈപ്പിക് റേഷ്യോ ചോദിച്ചത് 9:3:1. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. Histones are enriched with lysine and arginine. Option 1 ആണ്. The first menstruation is called menarche. ഇതിൽ HERT 3, adrenergic factor, kidney erythropoietin ആണ്. Gastrointestinal tract secretin, adrenal cortex aldosterone. അപ്പം ഇതെല്ലാം വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം, അപ്പോ എൻസൈം എന്നാണ് അറിയപ്പെടുന്നത്. യൂണിറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം പ്രൊഡക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓപ്ഷൻ 4 ആണ്. Seed potato and potato represent a certain type of evolution. Select the correct combination of the time of explaining. Analogy and convergent. Option 1 ആണ് കറക്റ്റ്. ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ഉത്തരം ഈ പിക്ചർ വെച്ച് നോക്കുമ്പോൾ ഒന്നെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ 1/4 വരാം കേട്ടോ. 1/4 0 വരാൻ ചാൻസ് കൂടുതൽ. 0 അല്ലെങ്കിൽ 1/4. 1/4 ആണ് ഒരു 80% ചാൻസ് ഉള്ളത് കേട്ടോ. 1/4 ആയിരിക്കത്തേ ഉള്ളൂ. 1/4 ആണ് കേട്ടോ. 1/4 നോക്കിയാൽ മതി. ഓപ്ഷൻ 1 ആണേ. 0 വരാം, ചാൻസ് കുറവാണ്. 1/4 ആണ് കേട്ടോ. 150 cell of the tapetum possess dense cytoplasm for generally are more than one nucleus. കറക്റ്റ് ആണ്. Presence of more than one nucleus tapetum increases the efficiency of nerves developing microspore other cells. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. കാര്യം രണ്ടും കറക്റ്റ് ആണ്.
How many mitotic divisions need to occur for development of mature female gametophyte from megaspore mother cell in a angiosperm plant? അതിൻ്റെ ഉത്തരം 1 meiosis and 3 mitosis. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് കേട്ടോ. Which of the following example of zygomorphic flower? Zygomorphic flower example pea plant ആണ്. After maturation, the primary lymphoid organs, the lymphocytes migrate from interaction with the antigen to secondary lymphoid organs, tissues like. ഇതിൽ തൈമസും ബോൺമാരും പ്രൈമറി ലിംഫോഡ് ഓർഗൻ. അപ്പോൾ അത് രണ്ടും വരത്തില്ല, ബാക്കിയെല്ലാം വരും. പ്ലീന് ലിംഫിനോട് പെരിസ്പാച്ചസ്. അപ്പം CDE ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. The fig is a non-vegetarian fruit. കറക്റ്റ് ആണ്. ഫിഗുരിനെ ഒരു നോൺ വെജിറ്റേറിയൻ ഫ്രൂട്ട് ആയിട്ടാണ് പറയുന്നത്. അതിനുള്ള റീസൺ ആയിട്ട് പറയുന്നത് ദ ഫിഗ് വാസ്പ് എക്സിബിറ്റ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ ഗെറ്റ് പോളിനേറ്റഡ് ബൈ വാസ്പ്. കാര്യം വാസ്പ് പ്ലാന്റ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഫിഗ് പ്ലാന്റ് ആവശ്യമായിട്ടുണ്ട്. കാര്യം പോളിനേഷന് വാസ്പ് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. What is the main function of spindle fiber? Separate of chromatins. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ജിംനോസ്പെർമിന്റെ ക്യാരക്ടർ നേക്കഡ് സീഡ് പ്ലാന്റ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഫംഗ്ഷൻ ഓഫ് അഡ്രിനൽ മെഡുലറി ഹോർമോൺ. അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ഹൈപ്പർ ഗ്ലൈമറ്റിക് ഹോർമോൺ ആണ്. കോസസ് പ്ലിയോറിക്ടേഷൻ, increases strength of heart contraction. ബിയും സിയും ഡിയും വരും. ബിയും സിയും ഡിയും ഓപ്ഷൻ 2 ആണ് കറക്റ്റ് കേട്ടോ. വൈ കാൺ ഇൻസുലിൻ ബി ഓറലി ഡയബറ്റിക് പേഷ്യന്റ്? ഓറലി എടുക്കാൻ പറ്റാത്തതിന്റെ കാര്യം ഇൻ വിൽ ബി ഡൈജസ്റ്റിംഗ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് ആണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. മാർച്ച് നെക്സ്റ്റ് ഫോളോയിങ് ആണ്. അതിന് പെരിഡോഫൈറ്റ്, ബ്രയോഫൈറ്റ്, ജിംനോസ്പെർം, ആൻജിയോസ്പെർം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ടെറിഡോഫൈറ്റിന് എക്സാമ്പിൾ ആണ് സാൽവീനിയ. ബ്രയോഫൈറ്റിന് എക്സാമ്പിൾ ആണ് പോളിട്രിക്കം. ആൻജിയോസ്പെർമിന് എക്സാമ്പിൾ ആണ് സാൽവിയ. ജിംനോസ്പെർമിന് എക്സാമ്പിൾ ആണ് ജിങ്കോ. എല്ലാം വരുന്നത് എന്താണ്? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ഉത്തരം. Who proposed that the genetic code for amino acid should be made up of 3 nucleotide? ജോർജ് ഗാമോവ് ആണ്. കോഡോൺ ട്രിപ്ലറ്റ് എന്നും ആ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ജോർജ് ഗാമോവ് ആണ് ട്രിപ്ലറ്റ് കോഡോൺ കൊണ്ടുവന്നത്. വീണ്ടും കൊടുത്തിട്ടുണ്ട് ഈവൽ കോട്ടറ്റ്. കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് ആണ്. എക്സിറ്റീവ് കൺസർവേഷൻ, ക്രയോജനിക് പ്രിസർവേഷൻ. ലെന്റാന കമാര ഒരു ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എക്സാമ്പിൾ ആണ്. ഡോഡോ എക്സ്റ്റൻഷൻ എക്സാമ്പിൾ ആണ്. അപ്പം A3, B1, C2, D4. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. Which of the following hormone released from the pituitary axis is in the hypothalamus? ഹൈപ്പോതലാമസ് സിന്തസൈസ് ചെയ്യുന്നതും എന്നാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്നതുമായിട്ടുള്ള ഹോർമോൺ. ആ ഹോർമോണാണ് ADH, ആന്റി ഡയററ്റിക് ഹോർമോൺ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. റോൾ ഓഫ് ദി വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇൻ എക്കിനോഡേംസ്. എക്കിനോഡേം റെസ്പിറേഷൻ ആൻഡ് ലൊക്കോമോഷനും അതുപോലെ തന്നെ എക്സ്ക്രീഷൻ ലൊക്കോമോഷൻ വരത്തില്ല. ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്. എയും സിയും ആണ് കറക്റ്റ്. ഓപ്ഷൻ 2 ആണ് കേട്ടോ. Which type of immunity is present in the type of birth is a non-specific type of defense of human body. അത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. Bryophyte helps in which one of the following? ഉത്തരം ഓപ്ഷൻ 2 asexual reproduction. In frog, the renal portal system in a special venous connection that act as kidney and the lower part of the body. Option 4 ആണ്. Statement and in ecosystem there is a unidirectional flow of energy of sun from the producers to consumer. Statement 1 correct ആണ്.
ecosystems are extended from second law of thermodynamics. Statement സെക്കൻഡ് തെറ്റാണ്. 1 ശരി, സെക്കൻഡ് തെറ്റ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. following statement about Rubisco is true. Tactile തെറ്റാണ്. Affinity is the oxygen and the carbon dioxide തെറ്റാണ്. It is an enzyme involved in the photobiology of water തെറ്റാണ്. It catalyzes the carboxylation of RUBP. ഇതാണ് ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. 172. Which of the following enzymes are not essential for gene cloning? Gene cloning essential അല്ലാത്തത് ഇതാണ് രണ്ടുപേര്. DNA mutation, DNA recombination. CD only. കേട്ടോ, സിയും ഡിയും only. 73. Pancreas development ആയിട്ടുള്ള ക്വസ്റ്റ്യാണ്. Parthenocarpy can be induced by auxin. കറക്റ്റ് ആണ്. Plant growth regulators can be involved in promotion as well as inhibition of growth. അതും കറക്റ്റ് ആണ്. Redirection is a prerequisite for redirection. അതും കറക്റ്റ് ആണ്. Abscisic acid is the plant growth promoter. Growth promoter എന്നല്ല abscisic acid, തെറ്റാണ്. Apical dominance promotes the growth of lateral buds. അത് തെറ്റാണ്. ഇവിടെ എയും ബിയും സിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. എയും ബിയും സി, ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഇമ്പോർട്ടൻറ്റ് ഫോർ ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് റോ ഫാക്ടർ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. 175. Frog respire water by skin and buccal cavity. On land, skin and buccal cavity. Frog respire in water by skin and buccal cavity. Skin and buccal cavity അത് കറക്റ്റ് ആണ്. And on land by skin, buccal cavity and lungs. The statement is true for water but false for land. Skin ഉള്ളത് വാട്ടറിലാണ്. സ്കിന്ന് വാട്ടറിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ 2 ഓപ്ഷൻ വരാം. NCERTയുടെ ആൻസർ കീ വരുമ്പോൾ നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ 1 ആയിരിക്കും ഉത്തരം, അല്ലെങ്കിൽ 2 ആണ്. 2 എഴുതിയവരും പേടിക്കണ്ട, ചിലപ്പോൾ അങ്ങനെ വരാൻ ചാൻസുണ്ട്. സ്കിന്ന് പൊതുവെ വാട്ടറിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ബക്കൽ ക്യാവിറ്റി ലെങ്സ് നമ്മൾ ലാൻഡിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കൂടുതൽ മാച്ച് ആയിട്ടിരിക്കുന്നത് ഓപ്ഷൻ 1 ആണ് കേട്ടോ. ഓപ്ഷൻ 1 ആണ് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിന്നെ ട്വിൻസ്. ദ ട്വിൻസ് ആർ ബോൺ ഓൺ ദ ഫാമിലി ദാറ്റ് ലിവ്സ് നെക്സ്റ്റ് ഡോർ ടു യു. ദ ട്വിൻസ് ആർ ബോയ് ആൻഡ് എ ഗേൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ്? ബോയ് ആൻഡ് എ ഗേൾ ആണെങ്കിൽ ദേ ആർ ഫ്രറ്റേണൽ ട്വിൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ബോയും ഗേളും വന്നത്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സൈഗോട്സിൽ നിന്നായിരിക്കും ഇവരുണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2 സെപ്പറേറ്റ് 2 ഓവത്തിന് ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. Which of the following is not microbe involved in preparation of household product? ഹൗസ് പ്രോഡക്റ്റിൽ ഉപയോഗിക്കാത്ത മൈക്രോബ്സ്: ആസ്പെർജില്ലസ് നൈഗറും ട്രൈക്കോഡെർമ പോളിസ്പോറും. എയും സിയും, ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. പ്രൊജസ്ട്രോൺ, റിലാക്സിൻ, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ക്വസ്റ്റ്യനിലേക്കാണ്. പ്രൊജസ്ട്രോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം ആണ്. റിലാക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയാണ്. മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാസ് ഇന്റർമീഡിയ ആണ്. കാറ്റക്കോളമൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രീനൽ മെഡുല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 A4 കോർപ്പസ് ലൂട്ടിയം, A4 B2 C1 D
3. Option 1 ആണ് correct. 178. The blue and white selectable markers have been discovered in the differentiate recombinant colonies from non-recombinant colonies on the basis of their ability to produce colors in the presence of chromogenic substrate. The blue-colored colonies have DNA insert in the plasmid and they are identified as recombinant colonies. Statement 1 incorrect. The colonies without a blue color have DNA in the plasmid are they identified as the recombinant. Statement 2 correct. Option 4 ആണ്. 1 is incorrect and 2 is correct. Option 4 ആണ് ഉത്തരം. പിന്നെ which of the following equation represent the Verhulst-Spurz logistics growth of population? അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് dN/dt is equal to Rn into k minus n all divided by k minus n all divided by k. ആ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആണ് വെർഹൾസ്-സ്പേർൾ ലോജിസ്റ്റിക് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നീറ്റ് 2025 ഉത്തരങ്ങൾ. ഇതിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സോ അല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തു. പെട്ടെന്ന് തട്ടിക്കൂട്ടി പെട്ടെന്ന് അങ്ങ് ചെയ്തതാണ് കേട്ടോ. അപ്പം രാത്രി ചെയ്തതാണ്. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, ബൈ.